ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗാർഡിയൻ ഏഞ്ചലിനെ കുറിച്ചാണ്. ഗാർഡിയൻ ഏഞ്ചൽ നമ്മൾക്ക് ദൈവത്തിൽ നിന്നുള്ള ഒരു കരുണയാണ് ഗാർഡിയൻ ഏഞ്ചൽ. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട്, അതായത് ബാപ്റ്റിസം സ്വീകരിച്ചവരോ അല്ലാത്തവരായ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കൂടെ ജനിക്കുമ്പോൾ തൊട്ട് മരണം വരെ നമ്മുടെ കൂടെയുള്ള മാലാഖയാണ് ഗാർഡിയൻ ഏഞ്ചൽ. ഗാഡ്, അതായത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് എല്ലാ സമയം. അതായത് ഫിസിക്കൽ ഡേഞ്ചർ, സ്പിരിച്വൽ ഡേഞ്ചർ, അങ്ങനെയുള്ള എല്ലാ വിധത്തിൽ നിന്നും നമ്മളെ ദൈവത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന എന്ത് കാര്യത്തിനും കാവൽ മാലാഖ നമ്മളെ ഇരിക്കുകയാണ് ഓരോ നിമിഷവും. അപ്പം അതാണ് ഗാർഡിയൻ ഏഞ്ചൽ. ഗാർഡിയൻ ഏഞ്ചലിന് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഫാദർ പിയോ എന്നൊരു ഫാദർ പിയോയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫാദർ പിയോയുടെ ലൈഫിലാണ് ഗാർഡിയൻ ഏഞ്ചലുമായിട്ടുള്ള ഏറ്റവും കൂടുതലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്പം ഫാദർ പിയോ ആണല്ലോ നമ്മൾ ഈ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ പേട്രൺ സെയിൻ്റായിട്ട്, നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേട്രൺ സെയിൻ്റായിട്ട് വെച്ചിരിക്കുന്നത്. ഫാദർ പിയോയ്ക്ക് ഒത്തിരി സ്പിരിച്വൽ ചിൽഡ്രൻസ് ഉണ്ടായിരുന്നു നമ്മളെപ്പോലെ. അപ്പോൾ ഈ ഫാദർ പിയോ ഈ സ്പിരിച്വൽ ചിൽഡ്രൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഫാദർ പിയോയ്ക്ക് പല കാര്യങ്ങൾ പ്രെയർ റിക്വസ്റ്റ്, ഇപ്പം നമ്മളുടെ സ്പിരിച്വൽ ഗൈഡിനോട് നമുക്ക് പ്രെയർ റിക്വസ്റ്റ് ചോദിക്കണം. നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല, ഒരു ലെറ്ററൊക്കെ എഴുതി അവിടെ എത്തുമ്പോഴേക്കും കുറേ ദിവസങ്ങളെടുക്കും. അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറില്ല, ഇമെയിൽ, അങ്ങനെ പെട്ടെന്ന് ചാറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ സ്പിരിച്വൽ ചിൽഡ്രൻസ് ഫാദർ പിയോയുടെ അടുത്ത് മെസ്സേജുകൾ എത്തിച്ചിരുന്നത് ഇങ്ങനെ ഇതിലൂടെ ഗാർഡിയൻ ഏഞ്ചൽ വഴിയായിരുന്നു. ഗാർഡിയൻ ഏഞ്ചൽ അപ്പം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ ഇതിൽ കൂടെ പറയാം. ഫാദർ പിയോയുടെ ജീവിതത്തിലുണ്ടായിരുന്ന കുറച്ച് എക്സ്പീരിയൻസുകൾ ഗാർഡിയൻ ഏഞ്ചൽ വഴി. അപ്പോൾ ഗാർഡിയൻ ഏഞ്ചൽ ആയിട്ട് ഒരു ദിവസം ഒരു ഫാദർ പിയോയുടെ ഒരു സ്പിരിച്വൽ ചൈൽഡിന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഒത്തിരി പരിക്കുകളും ഭയങ്കര ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ആ ഒരു ആക്സിഡൻറ്റ് വന്നിട്ട്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ, ഈ ആക്സിഡൻറ്റ് നടന്നത് UK ലണ്ടനിലാണ് നടന്നത്. അപ്പം നടന്നു കഴിഞ്ഞപ്പം അയാളുടെ ഒരു ഫ്രണ്ടിന് ഫാദർ പിയോയെ അറിയിക്കണം, ഇങ്ങനെ നിൻ്റെ ഒരു സ്പിരിച്വൽ ചൈൽഡ് ഇങ്ങനെ ഡേഞ്ചറിലാണ്, നീ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാനായിട്ട് ടെലിഗ്രാം ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് തിരിച്ചൊരു ടെലിഗ്രാം ഈ ഫ്രണ്ടിന് കിട്ടുകയാണ്. അപ്പം ആ ടെലിഗ്രാമിൽ ഫാദർ പിയോ എഴുതിയേക്കാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ ആക്സിഡൻറ്റ് നടന്നതിന് എന്താ പറയുക, ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സമാധാനമായിട്ടിരിക്കുക, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് കിട്ടുകയാണ്. അപ്പം ആ ഫ്രണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഫ്രണ്ട് അറിയിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഫാദർ പിയോട് പിന്നൊരു സമയത്ത് ഇത് ചോദിച്ചപ്പോൾ ഫാദർ പിയോ പറയാണ്, ഈ ഫ്ലൈറ്റിനേക്കാൾ അതല്ലെങ്കിൽ ഇതിനേക്കാളും എന്താ പറയുക, സ്പീഡ് കുറവാണ് ഗാർഡിയൻ ഏഞ്ചലിൽ നിന്നാണോ നീ വിശ്വസിച്ചിരിക്കുന്നത്? അതായത് ഈ ഗാർഡിയൻ ഏഞ്ചൽ നമ്മൾ ആ പറയുന്ന സമയത്ത് തന്നെയാണ് മെസ്സേജ് ഫാദർ പിയോയിലേക്ക് എത്തിച്ചത്. അത്രയും ഫാസ്റ്റാണ്. നമ്മളിപ്പോൾ പല നെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ആ സമയത്ത് ഫാദർ പിയോയ്ക്ക് ആ കാര്യം എത്തിച്ചു കൊടുക്കുകയാണ് ഗാർഡിയൻ ഏഞ്ചൽ ചെയ്തത്. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതുപോലെ ഫാദർ പിയോ ഒത്തിരി രാത്രി കാലങ്ങളിൽ ഒത്തിരി സിക്കാവുമ്പം ഇങ്ങനെ ശ്വാസം മുട്ടൽ. അപ്പോൾ ചിലപ്പം എന്തെങ്കിലും ഒരു ആവശ്യം, ചിലപ്പോൾ എന്തെങ്കിലും വെള്ളം കിട്ടാൻ, എന്തെങ്കിലും ഒരു അസിസ്റ്റൻസിൻ്റെ ഒരു സഹായം കിട്ടേണ്ട ആവശ്യം ഫാദർ പിയോയ്ക്ക് പലപ്പോഴും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഫാദർ പിയോയുടെ കൂടെയുള്ള ഒരു പ്രീസ്റ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോകുമായിരുന്നു രാത്രി കാലങ്ങളിൽ. ഭയങ്കരമായിട്ട് അതായത് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പം പലപ്പോഴും ഈ ഫാദർ പിയോയ്ക്ക് പലപ്പോഴും ഉറക്കെ വിളിക്കുകയാണെങ്കിലും ഈ പ്രീസ്റ്റിന് അവിടെ എത്താനോ സഹായിക്കാനോ പറ്റാത്ത അവസ്ഥകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രീസ്റ്റ് പറയും, നീ എന്നാൽ നിന്നെ ഗാർഡിയൻ ഏഞ്ചലിനെ അയച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഗാർഡിയൻ ഏഞ്ചലിനെ അയച്ച് വിളിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ഫാദർ പിയോ ഗാർഡിയൻ ഏഞ്ചലിനോട് പറഞ്ഞു വിടും, എനിക്കിങ്ങനെ ഒരു ഹെൽപ്പ് വേണമെന്ന്. അപ്പോൾ ഗാർഡിയൻ ഏഞ്ചൽ ചെന്ന് ഇങ്ങനെ തട്ടി വിളിച്ചിട്ടൊന്നും ആൾ എഴുന്നേറ്റില്ല. ഇങ്ങനെ ആൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, ആരോ വിളിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ആൾ ഉറക്കം അത്ര ഡീപ്പായതുകൊണ്ട് എഴുന്നേറ്റില്ല. പക്ഷേ പിന്നെ അടുത്ത ദിവസം ഈ ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ അയച്ചിരുന്നു, പക്ഷേ ആളെത്തിയില്ല. അപ്പോൾ പറയാം, എന്നെ എഴുന്നേൽപ്പിക്കുന്നവരെ വിളിക്കാൻ പറയണം. അങ്ങനെ പിറ്റേ ദിവസം ഗാർഡിയൻ ഏഞ്ചലിനോട് കൊടുത്ത ഇൻസ്ട്രക്ഷൻ അങ്ങനെ ആയിരുന്നു.
ചെന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്ന്. അങ്ങനെ ഗാർഡിയൻ ഏഞ്ചൽ കുലുക്കി വിളിച്ച് എഴുന്നേൽക്കുന്നത് വരെ അവിടെ ശല്യം അങ്ങനെ, അതായത് കുലുക്കി വിളിച്ചുകൊണ്ടേ ഇരുന്നു. അങ്ങനെ ആൾ എഴുന്നേറ്റ് ചെന്നപ്പോൾ പാതിരപ്പിക്ക് നീഡായിരുന്നു, ആവശ്യമായിരുന്നു. അങ്ങനെ പ്രീസ്റ്റിൻ്റെ ഹെൽപ്പ് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഈ പാതിരപ്പിയുടെ സ്പിരിച്വൽ ചിൽഡ്രൻ 2 പേർക്ക്, 2 ടീനേജ് പെൺകുട്ടികൾക്ക് ഭയങ്കര സംശയമായിരുന്നു പാതിരപ്പിയുടെ അടുത്ത് ഇങ്ങനെ ഗാർഡിയൻ ഏഞ്ചൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു സംശയം. കാരണം ഇവർ രാത്രിയിൽ ഇങ്ങനെ വെറുതെ നമുക്കൊന്ന് കളിപ്പിക്കാം, പാതിരപ്പിയെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് രാത്രി ഇങ്ങനെ മുഴുവൻ ഇരുന്നിട്ട് പറയും ഈ ഗാർഡിയൻ ഏഞ്ചലിനെ ഇവരുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് പറഞ്ഞുവിടും, പാതിരപ്പിയോട് ചെന്ന് പറയണം എൻ്റെ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം ഇങ്ങനെ പറഞ്ഞ് രാത്രി മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പിറ്റേന്ന് പാതിരപ്പി അവരെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് എന്നെ രാത്രി ഉറക്കിയിട്ടേ ഇല്ല, അവർ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. നിൻ്റെ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് വിശ്വാസമായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ഗാർഡിയൻ ഏഞ്ചലിനോട് എന്ത് പറഞ്ഞാലും അവരതനുസരിക്കും. നമ്മൾ ഇപ്പം ഞാനത് പോയി പറയണം, എൻ്റെ ഒരു ഫ്രണ്ടിനോട് നീ കാര്യം പറയണം, അവരുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് പോയി എൻ്റെ ഗാർഡിയൻ ഏഞ്ചലിലും മറ്റേ ആളുടെ ഗാർഡിയൻ ഏഞ്ചലിലും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു വിട്ടാൽ അവരതനുസരിക്കും. ഗാർഡിയൻ ഏഞ്ചൽ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കും. എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ സാൽവേഷൻ, അതായത് ദൈവത്തിലേക്ക് അടുക്കുന്ന എന്ത് കാര്യം പറഞ്ഞാലും അത് അനുസരിക്കും ഗാർഡിയൻ ഏഞ്ചൽ. അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്പിരിച്വൽ ചൈൽഡ് ഇതുപോലെ പാതിരപ്പിയെ കാണാനായിട്ട് വരികയാണ്. പാതിരപ്പിയെ കാണാനായിട്ട് വരുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഒരു 3 മണിക്കൂറോളം ഡ്രൈവ്. രാത്രിയായിരുന്നു, വേറെ ഇങ്ങനെ സ്റ്റോപ്പില്ലാണ്ട് യാത്ര ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ആൾ ഭയങ്കര ടയേർഡായിരുന്നു. ആൾക്ക് എന്താ പറയുക, നൈറ്റിൽ ട്രാവൽ ചെയ്യേണ്ടി വന്നു. ആൾ ടയേർഡാണ്, ഉറങ്ങാത്തതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ വണ്ടിയിൽ കയറി ഇങ്ങനെ പോകാനായിട്ട് പാതിരപ്പിയുടെ അടുത്തേക്ക് ചെല്ലാൻ 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്നു, ആൾ ഉറങ്ങിപ്പോയി. ആൾക്ക് ഒന്നും ഓർമ്മയില്ല. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരും ഇങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ എഴുന്നേറ്റപ്പോൾ പാതിരപ്പിയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും നേരം ഉറങ്ങുമായിരുന്നല്ലോ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചിന്തിക്കുമ്പോൾ പാതിരപ്പി പറയും, എനിക്കറിയാമായിരുന്നു നീ നിനക്ക് ആവശ്യമുണ്ടെന്നുള്ളതുകൊണ്ട് എൻ്റെ ഗാർഡിയൻ ഏഞ്ചലാണ് നിനക്ക് വേണ്ടി ഡ്രൈവ് ചെയ്തത് ഇത്രയും നേരം എന്ന് പറയുന്നുണ്ട് പാതിരപ്പിയോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒത്തിരി ഈ നമ്മുടെ സ്പിരിച്വൽ ചിൽഡ്രൻസ് എല്ലാം ഇങ്ങനെ ഒത്തിരി മെസ്സേജുകൾ, ഇങ്ങനെ എൻ്റെ പ്രെയർ റിക്വസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ഗാർഡിയൻ ഏഞ്ചലിനെ അയച്ചുകൊണ്ടിരിക്കും പാതിരപ്പിയുടെ അടുത്തേക്ക്. അങ്ങനെ ഒരു ദിവസം ഒരു പ്രീസ്റ്റ് വന്ന് എന്തോ ചോദിച്ചപ്പോൾ പാതിരപ്പിയോ പറഞ്ഞു, എന്നോട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാതിരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ആളിങ്ങനെ എന്താണെന്ന് വിചാരിക്കും, എന്താണ് എന്നോട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പാതിരപ്പിയോ ഒന്ന് സോറി പറയും, ഈ പ്രീസ്റ്റിനോട് എന്നോട് ക്ഷമിക്കണം, എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്പിരിച്വൽ ചിൽഡ്രൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ നിന്ന് മെസ്സേജുകൾ എടുക്കുമായിരുന്നു എന്ന് പറയായിരുന്നു, അവരുടെ പ്രെയർ റിക്വസ്റ്റുകളും കാര്യങ്ങളും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി എക്സ്പീരിയൻസുകളുള്ളൊരു വിശുദ്ധനായിരുന്നു പാതിരപ്പിയോ. അപ്പം നമ്മളോടും ദൈവം ആവശ്യപ്പെടുന്നത് ഈ ഗാർഡിയൻ ഏഞ്ചൽസ് നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മളെ ഗാർഡ് ചെയ്യും, നമ്മളെ എന്താ പറയുക, നല്ലൊരു ഡിസിഷൻ എടുക്കണം. അവർ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം കറക്റ്റായിരിക്കും പലപ്പോഴും. ഈ ഏഞ്ചൽസ് എന്ന് പറയുന്നത് ഒരു മെസ്സഞ്ചറാണ്. അതായത് മെസ്സഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക, ഒരാളുടെ അടുത്ത് എത്തിക്കാനായിട്ട് നമ്മൾ ഒരാളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവരത് കറക്റ്റായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കും. അങ്ങനെ ഒരു മെസ്സഞ്ചറാണ് ഗാർഡിയൻ ഏഞ്ചൽ. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഉള്ള ഗാർഡിയൻ ഏഞ്ചലിനെ നമ്മൾ ശരിക്കും യൂസ് ചെയ്യണം. അപ്പോൾ ഗാർഡിയൻ ഏഞ്ചലിൻ്റെ ഒരു പ്രെയർ ഉണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പം അതാണ് ശരി ഗാർഡിയൻ ഏഞ്ചലിൻ്റെ പ്രത്യേകിച്ച്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ജപമാലയെല്ലാം ചൊല്ലുന്ന ആൾക്കാരാണ്. ജപമാല ചൊല്ലി ചിലപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ചിലപ്പോൾ ജപമാല ചൊല്ലാനായിട്ട് കിടക്കും. അപ്പം ജപമാല ചൊല്ലാനായിട്ട് കിടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഗാർഡിയൻ ഏഞ്ചലിനോട് പറയണം, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ജപമാല ചൊല്ലുന്നുണ്ട്, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോകുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം എന്ന് പറയണം. ഞാൻ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനകൾ പൂർത്തിയാക്കണമെന്ന് നമ്മൾ ഗാർഡിയൻ ഏഞ്ചലിനോട് പറയണം. അപ്പോൾ ഗാർഡിയൻ ഏഞ്ചൽ വന്നിട്ട് നമ്മുടെ ജപമാല
പൂർത്തിയാക്കും. ജപമാല പൂർത്തിയാക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ജപമാല പൂർത്തിയാക്കുമ്പോൾ ഉള്ളതിലും മാലാഖമാർ ചൊല്ലുമ്പോൾ ആ പ്രെയറിന് കൂടുതൽ പെർഫെക്ഷനോട് കൂടിയുള്ള ഒരു ജപമാലയായിരിക്കും ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അങ്ങനെ മിസ്യൂസ് ചെയ്യാനല്ല പറഞ്ഞത്. നമ്മൾക്ക് ഇപ്പം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പലരും ജപമാല ചൊല്ലും, അങ്ങനെ ഉറങ്ങിപ്പോവും. പക്ഷേ അത് നമുക്ക് അതൊരിക്കലും അല്ലെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അവർ വന്ന് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പെർഫെക്റ്റ് ആക്കിയിട്ട് അത് ദൈവസന്നിധിയിൽ ആ ജപമാലയെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വചനമാണ് ഈശോ പറയുന്ന ഒരു റിമൈൻഡർ. അത് നമുക്ക് എല്ലാവർക്കും കാവൽ മാലാഖ ഉണ്ട് എന്നുള്ളൊരു ഇത് വചനത്തിൽ കൂടി വ്യക്തമാക്കുന്നത് മത്തായി 18:10-11 ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇതൊരു വാണിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ എത്ര മോശപ്പെട്ട ആൾക്കാരാണെങ്കിലും അവർക്കെല്ലാം ഒരു ഗാർഡിയൻ ഏഞ്ചലുണ്ട്, അവർക്കൊരു കാവൽ മാലാഖയുണ്ട്. അപ്പം നമ്മൾ അവരെ കേഴ്സ് ചെയ്യുമ്പോൾ, അവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, അവരെ ജഡ്ജ് ചെയ്യുമ്പോൾ എല്ലാം ഈ മാലാഖയും കൂടിയാണ് നമ്മൾ നിന്ദിക്കുന്നത്. അവർ നേരെയാണ് ഈ മെസ്സേജ് പിതാവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ ആരെങ്കിലും ജഡ്ജ് ചെയ്യുമ്പോൾ ആ സമയത്ത് പിതാവിൻ്റെ അടുത്ത് തന്നെയാണ് നേരിട്ട് ഈ മെസ്സേജ് നേരെ ചെല്ലുമ്പോൾ അപ്പം അത്രയും വലിയൊരു തെറ്റാണ് നമ്മൾ ഒരാളെ നിന്ദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈശോ വാൺ ചെയ്യാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണം എന്നുള്ള കാര്യം. പിന്നെ എന്താ പറയുക, നമ്മൾക്ക് ദൈവത്തോട് പ്രത്യേകം നമ്മൾ നന്ദി പറയണം. നമുക്കിങ്ങനെ ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ തന്നതിന് അതൊരിക്കലും ദൈവത്തിൻ്റെ ഒരു കരുണയാണത്. ആ കരുണ നമ്മൾ എപ്പോഴും ദൈവത്തെ സന്നിധിയിൽ നന്ദി പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എത്ര പാപം ചെയ്താലും നമ്മളെ വിട്ടു പോകില്ല കാവൽ മാലാഖ, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാവൽ മാലാഖയ്ക്ക് പേര് കൊടുക്കുക അങ്ങനത്തേക്കൊരു പഠനമെല്ലാം നടക്കുന്നുണ്ട്. പലപ്പോഴും അതൊരിക്കലും സഭ അംഗീകരിക്കുന്നില്ല. നമ്മളുടെ ബൈബിളിൽ പറയാത്ത, അതായത് ആർക്കേഞ്ചൽസിൻ്റെ പേരുകളെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലാത്ത നെയിമുകളൊന്നും നമ്മൾ അവർക്ക് ഇടേണ്ട കാര്യമോ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം സഭ എൻകറേജ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഏഞ്ചൽസിനെ കൂടുതൽ ഏഞ്ചൽസിനെ കുറിച്ച് കൂടുതൽ പുറകെ ഇങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് എന്താ പറയുക, നമ്മൾ ബൈബിളിൽ പറയാത്ത കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പോകുമ്പോൾ വേറൊരു ഗ്രൂപ്പുണ്ട്, ഫോളൻ ഏഞ്ചൽസ്. അവരും ഏഞ്ചൽസാണ്. ആ ഒരു ഇതിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കണം സഭ അങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അതും ഏഞ്ചൽസാണ്, ഫോളൻ ഏഞ്ചൽസ്. ചിലപ്പം ഈ ഏഞ്ചൽസിനെ കുറിച്ച് തന്നെ കൂടുതൽ അന്വേഷിച്ചെന്ന് നമ്മൾ എന്താ പറയുക, കൂടുതൽ ഇതിനെക്കുറിച്ച് പുറകെ നമുക്കൊരു കാവൽ മാലാഖയുണ്ട്, ആർക്കേഞ്ചൽസ് ഉണ്ട്. ഇതെല്ലാം ബൈബിളിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മൾ വിശ്വസിക്കുക, അവരോട് പ്രാർത്ഥിക്കുക. അപ്പം ഗാർഡിയൻ ഏഞ്ചലിൻ്റെ ഒരു പ്രെയറും കൂടി ഞാനിതിലിടാം. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തിരുന്ന് വേറൊരാളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഫയലുകൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് അവരോട് കൺവേ ചെയ്യണം. അവരാരാണെന്ന് പോലും നമുക്കറിയില്ലെങ്കിലും നമുക്ക് അതെല്ലാം നമ്മുടെ കാവൽ മാലാഖയോട് പറഞ്ഞ് അവരുടെ കാവൽ മാലാഖയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യും. അവർ പറയേണ്ട താമസമുള്ളൂ, നമ്മൾ പറയണം അവരോട് പല കാര്യങ്ങളും. അതുപോലെ നമ്മുടെ വിശുദ്ധി, നാവിൻ്റെ വിശുദ്ധി, നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി, എളിമ, ഇതിനെല്ലാം എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അപ്പം ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പം സീക്രട്സ് ഓഫ് റോസറിയുടെ ഗ്രൂപ്പിൽ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൽ സെൻറ്റ് ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ഒരു ലെറ്റർ എഴുതുമ്പോൾ ഐ സാല്യൂട്ട് യുവർ ഏഞ്ചൽ. അപ്പം നമ്മുടെ കാവൽ മാലാഖയെ റെസ്പെക്റ്റ് കൊടുത്താണ് ആദ്യം തുടങ്ങുന്നത്. അത്രയും റെസ്പെക്റ്റ് നമ്മളും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ജീവിതത്തിൽ മറ്റുള്ള ഒരാളുടെ കാവൽ മാലാഖയെ നമ്മളും സ്നേഹിക്കണം, അംഗീകരിക്കണം. അവർക്കൊരു മാലാഖയുണ്ടെന്നും ദൈവം അവരോടും കരുണ കാണിച്ചിട്ടുണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ കൊച്ചുറേസ്യ പുണ്യവതി എപ്പോഴും പറയുന്നൊരു കാര്യം, കല്ലുകൾ ജീവിതത്തിൽ പല വിശുദ്ധി എന്താ പറയുക, പാപത്തിൻ്റെ കല്ലുകൾ നമ്മുടെ മുമ്പിലും നേരെ കിടപ്പണം. അതായത് പ്രലോഭനത്തിൻ്റെ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വിശുദ്ധിക്ക് തടസ്സമാകും, അതൊന്ന് എടുത്തു മാറ്റിയേക്കാനായിട്ട് പറയുമായിരുന്നു. പലപ്പോഴും വിശുദ്ധ കൊച്ചുറേസ്യയുടെ ജീവിതത്തിൽ കല്ലുകൾ മുമ്പേ തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കാവൽ മാലാഖ അതിനെല്ലാം സഹായിക്കുമായിരുന്നു. അപ്പോൾ നമ്മളെയും
കാവൽ മാലാഖകൾ എല്ലാ കാര്യങ്ങളിലും വിശുദ്ധിയുടെ മേഖലയിലെല്ലാം നമ്മൾ ഒത്തിരി സഹായിക്കട്ടെ. നമുക്ക് അവരോട് പ്രത്യേകം പ്രാർത്ഥിക്കാം, അത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു.